RV ബാബു നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, ഇന്ന് രണ്ട് കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നി. ഒന്ന്, കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയി ബോധ്യപ്പെട്ടു. പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുകയാണ് എന്നുള്ളത് സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്, ഇതുവരെ ഞങ്ങൾ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തു, പക്ഷെ അതിൽ ഇതുവരെ എന്നുള്ള വാക്ക് അണ്ടർലൈൻഡ് ആണ്. ഇനി അങ്ങോട്ട് എതിർക്കുമോ, യോജിപ്പാണോ വിയോജിപ്പാണോ, അതിൽ ക്ലാരിറ്റി ഇല്ല. ഈ പ്രവേശന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അന്നു മുതൽ ആശയക്കുഴപ്പത്തിലാണ്. ആ ആശയക്കുഴപ്പം അവർക്ക് മാറിയിട്ടില്ല. ഒന്ന്, ഒരു സ്റ്റേണായിട്ടുള്ള നിലപാട് തുടക്കത്തിലൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. പുരോഗമനം എന്നുള്ള പേരിൽ 2009 അന്ന് പ്രഖ്യാപിച്ച് സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ വിധി വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ജനകീയമായ പ്രക്ഷോഭവും വിശ്വാസികളുടെ ഭാഗത്തുള്ള എതിർപ്പും ഒക്കെ വെച്ചിട്ട് പാർട്ടി തങ്ങൾക്ക് തെറ്റു പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് വീടുകളിൽ സമ്പർക്കമൊക്കെ നടത്തി നമ്മൾ കണ്ടതാണ് കാര്യങ്ങളൊക്കെ. പക്ഷേ പാർട്ടി ഇപ്പോഴും ആശയപ്രതിസന്ധിയിലാണ്. ഈ വിഷയത്തിൽ പാർട്ടിയുടെ ഈ നയത്തിന് സമീപനത്തിന് അടിസ്ഥാനത്തിൽ തന്നെ നിലപാടെടുത്താൽ വിശ്വാസികൾ എതിരാകുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരു നിലപാടെടുക്കാൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ പാർട്ടി എത്തി നിൽക്കുകയാണ്. ഇവര് വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറയുകയും വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിൽ നിയമപരമായ നിലപാടെടുക്കുകയും ചെയ്ത സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇവർ പറയുന്നത് സുപ്രീം കോടതി വിധി അപ്പാടെ ഞങ്ങൾ അനുസരിക്കുന്നതാണ്. സുപ്രീം കോടതി അന്നും സ്ത്രീകളെ ബലം പ്രയോഗിച്ച് ശബരിമലയിൽ കയറ്റണം എന്ന് പറഞ്ഞിരുന്നില്ലല്ലോ. സ്ത്രീകൾക്ക് കയറാം എന്ന വിധിയാണ് അന്ന് വന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ കണ്ടതാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആസൂത്രിതമായി സ്ത്രീകളെ പോലീസിന്റെ വേഷം ധരിപ്പിച്ച്, അത് തന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ്. പോലീസ് വേഷം മറ്റൊരാളെ ധരിപ്പിച്ച് കയറ്റാൻ പാടും. അപ്പോൾ പോലീസ് വേഷം ധരിപ്പിച്ച് കയറ്റിയ സാഹചര്യം വരെ ഉണ്ടായി. രഹന ഫാത്തിമ അടക്കമുള്ളവരെ, അതേപോലെ ബിന്ദു അമ്മിനിയും കനകദുർഗയ്ക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. അതൊക്കെ പോലീസിന്റെ സംരക്ഷണത്തോടെ സർക്കാർ നടപ്പാക്കിയ പരിപാടികളാണ്. അപ്പോ അങ്ങനെ ഒരു നിലപാട് ഇനി സർക്കാരിനുണ്ടോ? ഇത് സർക്കാർ വ്യക്തമാക്കാൻ ഇപ്പോഴും സർക്കാരിന് പറ്റിയിട്ടില്ല. അപ്പോ സർക്കാരിന് വ്യക്തമാക്കിയേ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു ദുർഗതിയിൽ എത്തി നിൽക്കുകയാണ്. ഒരു മാസം, മാർച്ച് 14 മുൻപ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്, സംസ്ഥാന സർക്കാരിന്റെ വാദം എന്താണ്, സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് സുപ്രീം കോടതി അറിയിക്കണം. അപ്പോൾ ഇനി കോടതി പറഞ്ഞിട്ട് കേൾക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് ലാൻഡ് എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയില്ല സർക്കാരിന്. അല്ല, ഇവിടെ പ്രധാനപ്പെട്ട ഈ ബെഞ്ച് വാദം കേൾക്കുന്ന ഏതൊക്കെയാണ്? ശബരിമല മാത്രമല്ല, ഇവിടെയാണ് CPM-ന്റെ പ്രശ്നം വരാൻ പോകുന്നത്. ഇവിടെയാണ്, അതായത് ഈ ശബരിമലയുടെ കാര്യത്തിൽ ആർക്കും അഭിപ്രായം പറയാൻ മതി. എന്നാൽ മുസ്ലിം പള്ളികളുടെ സ്ത്രീ പ്രവേശനത്തെ കുറിച്ച് അതേ അഭിപ്രായം CPM-ന് ഉണ്ടോ? നാളെ വരെ CPM ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ പറയുന്ന പുരോഗമന കക്ഷികൾ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച് നാളെ വരെ ഒരു നിലപാട് പരസ്യമായി പറയാൻ ധൈര്യം കാണിക്കാത്തവരാണ്. അവരാണ് സ്ത്രീ പ്രവേശനം ശബരിമലയെ സംബന്ധിച്ച് പുരോഗമനം, സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞ് വരാതിരിക്കുന്നത്. ഇപ്പോ സുപ്രീം കോടതിയിൽ ഈ കാര്യത്തെ കുറിച്ചുള്ള അഭിപ്രായം കൂടി പറയുന്ന സാഹചര്യം വരുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിൽ ശരിയത്താണ് ശരി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്ത പാർട്ടിയാണ്, സംഘടനയാണ് CPM-ന്റെ സർക്കാർ. ഇവിടെ ഈ CPM സർക്കാർ സ്ത്രീകൾക്ക് തുല്യാവകാശം ഇല്ല, അത് ശരീരത്തിനനുസരിച്ച് നിർവചിക്കപ്പെടേണ്ടതാണ് എന്ന് അഫിഡാവിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ മുസ്ലിം വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുകയും ഹിന്ദു വിശ്വാസത്തിന്റെ കാര്യത്തിൽ വരുമ്പോ അത് കോടതി എടുക്കുന്ന നിലപാടിന് അനുസൃതമായി ഞങ്ങൾ നടപ്പാക്കുന്നൊക്കെ പറയുന്ന ഇരട്ടത്താപ്പ് ഇനി കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ CPM-ന് അതിന് മറുപടി പറഞ്ഞേ മതിയാവും. ശരി, വളരെയധികം നന്ദി ശ്രീ RV ബാബു സംസാരിച്ചതിന്. സംസ്ഥാന സർക്കാരിന് ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദി നേതാവായ RV ബാബു പറയുന്നത്. സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി, സംഘർഷങ്ങളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ വിശ്വാസികൾക്കൊപ്പം എന്ന ഒരു നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയായിരുന്നു എന്നുള്ളതാണ് BJP-യുടെയും RSS-ന്റെയും ഒക്കെ നിലപാട്. എന്തായാലും ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് എന്താണോ അത് ബോധ്യപ്പെടുത്താൻ, അത് സുപ്രീം കോടതിയെ അറിയിക്കാൻ 1 മാസത്തെ കാലയളവാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്.